ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റിക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എന്നെപ്പറ്റി പറയാനാണ് വന്നിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്നാണ് അടുത്തൊരു ചാനൽ തുടങ്ങുന്നത്. എനിക്ക് ആദ്യം ഒരു ചാനലുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ചിലപ്പോൾ അറിയായിരിക്കും, എനിക്ക് ആദ്യം ഒരു ചാനലുണ്ടായിരുന്നു. ആ ചാനലിൽ നിന്ന് പെട്ടെന്ന് ആ ചാനൽ ഫ്രീസായിപ്പോയി. ആ ചാനൽ പോയി. അപ്പോൾ വാച്ചിങ് അവർ കയറ്റിയത് കൊണ്ടാണ് ആ ചാനൽ പോയത്. ഇപ്പോൾ വേറൊരു ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ചാനൽ ഇപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും പ്രതീക്ഷിക്കുന്ന അത്രയൊന്നും വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല. എന്നാലും സാരമില്ല, ഒരു മീഡിയം ലെവലിൽ പോവുകയാണ്. അതേപോലെ ഇതിനെപ്പറ്റി നെഗറ്റീവ് കമൻസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. അപ്പം എനിക്കങ്ങനെ ഹേർട്ട് ചെയ്യില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അത്ര നെഗറ്റീവ് കമൻസൊന്നും ഇല്ല. എന്നാലും ഞാൻ വാച്ചിങ് അവർ കയറ്റിയതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് നീ നിർത്തിപ്പോ അങ്ങനെയൊക്കെ പറയുന്ന നെഗറ്റീവ് കമൻസൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ എന്നെ എന്താ പറയുക, അയാളുടെ ആൾക്കാർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നു. കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് യൂട്യൂബിൽ എനിക്ക് ഒന്നും ആകാൻ പറ്റുന്നില്ല എന്നാലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയുമ്പോൾ തന്നെ വാക്കുകളൊക്കെ ഇടറി പോവാണ്. 4 വർഷത്തെ ഇതിലാണ് ഞാൻ ഈ വീഡിയോസ് 4 വർഷം കൊണ്ട് നടന്ന എൻ്റെ ചാനലാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പോയത്. അത് വാച്ചിങ് അവേഴ്സ് കയറ്റിയിട്ടാണെന്നാണ് എല്ലാവരും ഞാൻ ചെക്ക് ചെയ്യിപ്പിച്ച ആൾക്കാർ ABSനോടൊക്കെയാണ് ചെക്ക് ചെയ്യാൻ ചോദിച്ചത്. ABS ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ ഈ ചാനൽ എത്രയും പെട്ടെന്ന് പോകുമെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ അത് പോവുകയും ചെയ്തു. പോകുന്നല്ല പറഞ്ഞാൽ അത് ചാനൽ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ എന്ത് വീഡിയോസ് ഇട്ടിട്ടും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കിയ കാര്യമാണത്. എന്നിട്ട് 4 വർഷം സങ്കടം ഉണ്ടാവും. നിങ്ങൾ തന്നെ ചിന്തിക്കാൻ പറയാം, ഒരു യൂട്യൂബിൽ ചെറിയൊരു റീൽസ് ആണെങ്കിൽ പോലും അതിൻ്റെ പിന്നാമ്പുറത്ത് എത്ര എഫോർട്ട് എടുത്തിട്ടായിരിക്കും ഇതാക്കിയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂലേ. അതൊക്കെ അങ്ങനെ യൂട്യൂബിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. യൂട്യൂബിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനെപ്പറ്റി അറിയുള്ളൂ. അല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്നാലും സാരമില്ല. ഞാൻ പിന്നെ ഇങ്ങനത്തെ നെഗറ്റീവ് കമൻറ്റിലാണ് എല്ലാവരും മുന്നേറുക എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷെ എനിക്കിങ്ങനെ നെഗറ്റീവ് എന്നോട് നിർത്തിപ്പോന്നൊക്കെ പറയുമ്പോൾ എന്തോ ഭയങ്കരമായിട്ടൊരു സങ്കടം ഇതൊക്കെ വരുന്നു. അതേപോലെ തെറികളൊന്നും വിളിക്കുന്നില്ല, ഇങ്ങനെയുള്ള ചെറിയ ബാഡ് കമൻസ് മാത്രം. എല്ലാം യൂട്യൂബ് ഓണർ പറഞ്ഞിട്ട് ചെയ്യുന്നവരാണോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട്. അയാളെ പറ്റി എന്ത് വീഡിയോസ് ഇട്ടാലും അതിൻ്റെ പുറകെ ഇങ്ങനെ ഓരോ കമൻസായിട്ട് ഓരോ ആൾക്കാർ ഇങ്ങനെ കയറി വരും. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പം എൻ്റെ പുതിയ ചാനലിൻ്റെ പേര് തന്നെ നഗുഡു ബ്ലോഗ് എന്നാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് നഗുഡു എന്ന്. അപ്പോൾ ആ പേര് തന്നെ എൻ്റെ ചാനലിലും ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചാനലിൽ നിറച്ച് നല്ലൊരു ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ദൈവം കടാക്ഷിച്ച് എനിക്ക് 10K ആയി. അപ്പോൾ ആ സന്തോഷം കൂടെ അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കഷ്ടപ്പാടിനും എഫക്റ്റിനൊക്കെ ഇപ്പോൾ 10K ആയി. അപ്പോൾ അതിന് ഭയങ്കര അധികം സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും വേണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.